ചോദിച്ചപ്പം പറഞ്ഞ് ഇന്ന് അവധിയാ, നാളെ വന്ന് അത് റെഡിയാക്കാം, നാളെ വില്ലേജ് ഓഫീസർ ഇവിടെ നാളെ വരാമെന്ന് പറഞ്ഞു എന്നോട്. അന്ന് ഞാൻ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു അതിൻ്റെ ഫോട്ടോ എല്ലാം ഒന്ന് എടുത്ത് അപേക്ഷയ്ക്കകത്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അപേക്ഷ ഞാൻ ആധാറിൻ്റെ കോപ്പിയും റേഷൻ കാർഡിൻ്റെ കോപ്പിയും പാസ്ബുക്കിൻ്റെ കോപ്പിയും കൂടെ വെച്ച് അപേക്ഷ കൊടുത്തു ഞാൻ. അപ്പോൾ അത് ഇന്ന് അവധി ആയതുകൊണ്ട് നാളെ അപ്പം പ്രവൃത്തി ദിവസം അപ്പം നാളെ മുനിസിപ്പാലിറ്റി കൊടുത്തിട്ട് അവിടുന്ന് എഞ്ചിനീയർ വന്ന് എസ്റ്റിമേറ്റ് എടുക്കും എന്ന് എന്നോട് പറഞ്ഞത്. വണ്ടിയെല്ലാം അകത്ത് കിടക്കും, ഒന്നും ഇറങ്ങാതെ ഇവിടുന്ന് കിട്ടുമോ? അകത്ത് കയറി എടുക്കാമെന്ന് കിട്ടുമോ അല്ലേ? ഇത്രയും ഇതുള്ളതേ എടുത്തിട്ട് എങ്ങനെ ശരിയാണ്? അതാ ഞാൻ പറഞ്ഞ പറ്റത്തില്ല. നമ്മൾ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പുനലൂർ കേളങ്കാവ് സ്വദേശിയായ PV എബ്രഹാമിൻ്റെ വീടിന് മുകളിലേക്ക് സമീപത്തുണ്ടായിരുന്ന വലിയ വൃക്ഷം കടപുഴകി വീണത്. ശക്തമായ കാറ്റിൽ പുരയിടത്തിൽ നിന്ന പുളിമരം വീടിനും സമീപത്തെ കാലിത്തൊഴുത്തിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. മഴക്കെടുതി കാരണം PV എബ്രഹാമിന് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. വീടിൻ്റെ മേൽക്കൂരയിലുണ്ടായിരുന്ന ആസ്പെറ്റോസ് ഷീറ്റുകൾ ഭാഗികമായി തകർന്ന നിലയിലാണ്. കാലിത്തൊഴുത്തും തകർന്നിട്ടുണ്ട്. വീടിൻ്റെ കാർ പോർച്ചിലിരിക്കുന്ന വാഹനങ്ങൾ പുറത്തേക്കെടുക്കുവാൻ കഴിയാത്ത നിലയിൽ മരം വീണ് കിടക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി ശക്തമായ മഴയാണ് കിഴക്കൻ മേഖലയിൽ പെയ്യുന്നത്. സംഭവത്തെ തുടർന്ന് തിങ്കളാഴ്ച തന്നെ ഗൃഹനാഥൻ എബ്രഹാം പഞ്ചായത്തിലും റവന്യൂ വകുപ്പിലും വിവരമറിയിച്ചിരുന്നു. എന്നാൽ മുഹറം പ്രമാണിച്ച ചൊവ്വാഴ്ച അവധിയാണെന്നും മറ്റൊരു ദിവസം എത്താമെന്നുമായിരുന്നു വില്ലേജ് ഓഫീസിനുള്ള മറുപടി. ഇന്നലെ ഉച്ചയ്ക്ക് 12:35 ഭയങ്കര കാറ്റും മഴയായിരുന്നു. പിഴുത് പെരയുടെ മണ്ടയ്ക്കൂടെ വീണ് ആ കളിയിൽ എഴുത്തിലിൻ്റെ ഷീറ്റ് കംപ്ലീറ്റ് പോയി, പെരയുടെ മേക്കൂര കംപ്ലീറ്റ് പോയി. എല്ലാം കൂടെ ഒരു 2 ലക്ഷം രൂപയുടെ നഷ്ടം വരും. പിന്നെ ഇപ്പം ഞാൻ അവിടെ റവന്യൂവിലൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു, അപേക്ഷ കൊടുത്തു. അപ്പം നാളെ മുനിസിപ്പാലിറ്റി കൊടുത്തോണ്ട് നാളെ അവിടുന്ന് എഞ്ചിനീയർ വരും, എസ്റ്റിമേറ്റ് ഇടുമെന്ന് എന്നോട് പറഞ്ഞത്. ഇന്നലെ 12:30 12:30 കഴിഞ്ഞു. റവന്യൂന്ന് ആരും വന്നില്ല. ഞാൻ അവിടെ ചെന്നായിരുന്നു, അപേക്ഷ കൊടുത്തായിരുന്നു. ചോദിച്ചപ്പം പറഞ്ഞ് ഇന്ന് അവധിയാ, നാളെ വന്ന് അത് റെഡിയാക്കാം, നാളെ വില്ലേജ് ഓഫീസർ ഇവിടെ നാളെ വരാമെന്ന് പറഞ്ഞു എന്നോട്. അന്ന് ഞാൻ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു അതിൻ്റെ ഫോട്ടോ എല്ലാം ഒന്ന് എടുത്ത് അപേക്ഷയ്ക്കകത്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അപേക്ഷ ഞാൻ ആധാറിൻ്റെ കോപ്പിയും റേഷൻ കാർഡിൻ്റെ കോപ്പിയും പാസ്ബുക്കിൻ്റെ കോപ്പിയും കൂടെ വെച്ച് അപേക്ഷ കൊടുത്തു ഞാൻ. അപ്പോൾ അത് ഇന്ന് അവധി ആയതുകൊണ്ട് നാളെ അപ്പം പ്രവൃത്തി ദിവസം അപ്പം നാളെ മുനിസിപ്പാലിറ്റി കൊടുത്തിട്ട് അവിടുന്ന് എഞ്ചിനീയർ വന്ന് എസ്റ്റിമേറ്റ് എടുക്കും എന്ന് എന്നോട് പറഞ്ഞത്. ദൂരദേശത്തു നിന്നും വരുന്ന വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥരായതിനാൽ മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന മേഖലകളിലേക്ക് എത്തുന്നതിനോ ഇവിടെയുള്ള നാശനഷ്ടം കണക്കാക്കുന്നതിനോ അവധി കാരണം തീരെ സമയമില്ലത്രേ. തിങ്കളാഴ്ചയുണ്ടായ അപകടത്തെ തുടർന്ന് തകർച്ചയിലായ വീടും സമീപത്തെ കെട്ടിടവും മരവുമടക്കം ചൊവ്വാഴ്ചയും കഴിഞ്ഞ് ബുധനാഴ്ചത്തെ റവന്യൂ സന്ദർശനത്തിന് ശേഷം മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. ഇല്ലാത്തപക്ഷം നാശനഷ്ടത്തിൻ്റെ കണക്കെടുക്കുകയോ നഷ്ടപരിഹാരം ലഭിക്കുകയോ ചെയ്യില്ല.
3 ദിനങ്ങൾ ഈ കുടുംബം ഏറെ ദുരിതമാണ് ഇതോടെ അനുഭവിക്കേണ്ടി വരിക. സമാനമായ സംഭവങ്ങൾ നിരവധിയായിട്ടും കൃത്യമായ തുടർ പ്രവർത്തനങ്ങളോ നടപടികളോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. മഴ ശക്തി പ്രാപിച്ച കിഴക്കൻ മേഖലയിൽ കാലവർഷക്കെടുതികൾ തുടർച്ചയായിട്ടും റവന്യൂ അധികൃതരുടെ ഭാഗത്തു നിന്നും കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം പോലും ഇതേവരെയും ആരംഭിച്ചിട്ടില്ല. പലപ്പോഴും റവന്യൂ ഉദ്യോഗസ്ഥരെ ഫോണിൽ ബന്ധപ്പെടുവാൻ കഴിയുന്നില്ലെന്നും പരാതിയുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.